എൻ്റെ പേര് റോഷൻ. ഞാൻ വരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തു എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കാതെ പോയതിനെ പറ്റിയാണ് ആദ്യം പറയാൻ. കാര്യം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത്രയും തിരക്കൊന്നുമില്ല. അന്ന് വന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷെ ഞാൻ എടുത്തില്ല. ഞാൻ അന്ന് ഉടമ്പടി ചീട്ടെല്ലാം വാങ്ങിപ്പോയി. പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആയിരിക്കില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു. കാര്യം എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക, നമ്മളിപ്പോൾ സിനിമയിൽ പോലും കേട്ടിട്ടില്ലാത്ത പോലത്തെ പേരുകളാണ്, ലിംഫോമ ബി സെൽ ലാർജൽ. അപ്പോൾ അത് വന്നപ്പോൾ നമ്മളൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യം ഞാനും എൻ്റെ ഒരു അമ്മ, ഒരു കുഞ്ഞ്, ഇത്രയുള്ളൊരു ഫാമിലിയാണ്. ആ ഫാമിലിയിൽ എൻ്റെ ഒരു ശമ്പളത്തിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി. വൈഫിന് പിന്നീട് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എനിക്ക് എടുക്കാൻ വരുന്നത്, ഞാൻ പോയി തിരിച്ച് വീട്ടിൽ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ അസുഖം വന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഒരു നിമിത്തം എന്ന് പറയണ പോലെ നമുക്ക് ചിലപ്പോൾ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. കാര്യം ഒരു 3 നിമിത്തം, ഈ മാതാവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് 3 നിമിത്തം എനിക്ക് തോന്നിയതാണ്. കാരണം ഞാൻ 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു ഇത് 2ാമത് വന്നു, ക്യാൻസർ 2ാമത് വന്നു. അപ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യണം. നമ്മളൊരു ഡോക്ടറിനെ വിശ്വസിച്ചാണ് ചെയ്തത്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു അവസ്ഥ കൊണ്ട് 2ാമത് വന്നു. നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പൈസ ചിലവാക്കി ആദ്യം വന്നപ്പോൾ, 2ാമത് വീണ്ടും വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഞാൻ ഒരു ദിവസം ഇങ്ങനെ തേവരപ്പള്ളിയിൽ, ഞങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പോൾ, എറണാകുളം തേവരപ്പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വഴിയിൽ വെച്ച് റിൻസി എന്ന് പറഞ്ഞൊരു പെങ്ങൾ വന്നിട്ട് വൈഫിന് പിന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും സങ്കടമുള്ള വിഷമങ്ങൾ പറയും. ഓടി ചെന്ന് റിൻസിയുടെ അടുത്ത് പറഞ്ഞു. റിൻസിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ റിൻസി ഓടി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, റിൻസി എനിക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ പത്രം തന്നു. ഞാൻ വാങ്ങിച്ചു, കയ്യിൽ വെച്ചു. ഞാൻ സംസാരിച്ചവനോട് നാളെ തന്നെ നിങ്ങൾ മാതാവിനെ കാണുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും റിൻസി പറയണം, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വഴി വരേണ്ട ആളല്ല, ഞാൻ അപ്പുറത്തെ വഴിക്കാണ് പോകണ്ടേ, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തുകൊണ്ടാണ് ഈ വഴി വന്നതെന്ന്. അപ്പോൾ റിൻസി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോഴും എൻ്റെ ഒരു സ്വഭാവം, എൻ്റെ ഏജൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ എങ്ങനെയാണ്, ഞാൻ പള്ളിയിൽ പോകണത് തന്നെ വളരെ കുറവാണ്. ചെന്നാലും പുറത്തേ നിൽക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കാറ്റഗറിയിൽ വെച്ചുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ റിൻസി പറഞ്ഞപ്പോൾ ഞാനത് അത്ര വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരത്തിൽ കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്, 2ാമത് വന്നുകൊണ്ട് ഇത്തിരി റിസ്ക്കാണ്, അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ബോൺ മാരോ നട്ടലിൽ കൂടി വേണം ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം ഇതേപോലെ ഒരു കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു അങ്കിളും ഒരു ആൻറ്റിയും വന്നേക്കോ വീട്ടിൽ. സ്വാഭാവികമായിട്ടും ഞാൻ ആൻറ്റിയെ കാണിക്കണേ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല, ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പോൾ ഈ ആൻറ്റി അങ്കിളും വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കണം, നോർമലൊരു കല്യാണം വിളിക്കാൻ വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് വിളിക്കാൻ വരുമായിരിക്കും, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആ ആൻറ്റി അങ്കിളും വന്നത് ഇവളുടെ അസുഖം അറിഞ്ഞിട്ടല്ല വന്നത്. പക്ഷേ ആ അങ്കിളും ആൻറ്റിയും വന്ന് പറഞ്ഞത് കൃപാസനത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ 2ാമത്തെ നിമിത്തം കാര്യം ആ ആൻറ്റി വന്ന് ആ അങ്കിളിന് ക്യാൻസർ ആയിരുന്നു. ആ അങ്കിൾ ഇതേപോലെ ഒരു സ്ഥലത്ത് പോയി കാണിച്ചു, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. പിറ്റേ ഒരു മാസം കഴിഞ്ഞിട്ട് അങ്കിൾ പറഞ്ഞിട്ട് പുള്ളിക്കാരന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്കിളിന് സർജറിയെ വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് കാണിച്ചു, ഇവിടെ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴും ആ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞാൽ എനിക്ക് 2ാമത് സാക്ഷ്യം. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോണ സമയത്ത് എൻ്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം, പത്രം തന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പറയാം പോകണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ 5:30 മണിക്ക് വണ്ടി എടുത്ത് ഞാൻ ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയതിന് പിറ്റേ ദിവസം രാവിലെ മമ്മിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ വണ്ടി എടുത്തേക്ക് വരുക. എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ അങ്ങനെ വരാത്തൊരാളാണ്. പക്ഷേ ഞാൻ 5:30 മണിക്ക് ഇവിടെ വന്ന് അന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാതെ പോയ ഞാൻ 4 മണിക്കൂർ ക്യൂ നിന്ന് അവിടെ നിന്ന് ഉടമ്പടി എടുത്ത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിനെ എഴുന്നള്ളിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ആ മാതാവിനെ എഴുന്നള്ളിക്കും 10-60 പേരുണ്ട്, ആ മാതാവിൻ്റെ തിരി എടുക്കാനുള്ളൊരു യോഗ്യത എനിക്ക് തന്നെ വന്നു. മാതാവ് എനിക്ക് തിരിയല്ല, മാതാവിൻ്റെ മുത്തുക്കൂടെ എടുക്കാനുള്ള യോഗ്യത എനിക്ക് ഇവിടെ നിന്ന് 60 പേരിൽ നിന്ന് എന്നെ ഏറ്റവും പുറകിൽ നിന്ന് എന്നെ മുമ്പിൽ നിർത്തി ആ മുത്തുക്കൂട എടുത്ത് ഞാൻ ഇവിടെ ഒരു 15 മിനിറ്റ് മാതാവിനെ കൊണ്ട് നിന്ന്. അന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അതെൻ്റെ മനസ്സിൽ ആ സമയത്ത് എനിക്ക് മാതാവ് ആഗ്രഹം സാധിച്ചു വന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി നേരെ ഇവിടെ കാണാൻ ഹോസ്പിറ്റലിലാണ് പോയത്. കാരണം കീമോ കഴിഞ്ഞിടക്കണതാണ് അവൾ. അപ്പോൾ ഞാൻ അപ്പോഴും ടാനിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ധൈര്യമായിട്ടിരി, മാതാവിനെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഒരു രൂപവും കൊടുത്തു, കാശ് രൂപവും കൈ പിടിച്ചു. അന്ന് തന്നെ ഏകദേശം ഒരു 50,000 രൂപ ബില്ലുണ്ട്. ആ ബില്ലും എല്ലാ കാര്യങ്ങളും വന്നത്. അപ്പോൾ ഇൻഷുറൻസ് തുക ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഒരുപാട് പേര് പറഞ്ഞു നടക്കണ കാര്യമില്ല, കാര്യം കിട്ടില്ല, അത് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, നടക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഇൻഷുറൻസ് തുക പാസ്സായി. ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല എങ്ങനെ പാസ്സായെന്ന്. ഇൻഷുറൻസ് തുക പാസ്സായി വന്നിട്ട് ആ ബില്ല് അമൗണ്ട് ഫുൾ എനിക്ക് ഒരു പൈസ അടക്കേണ്ടി വന്നില്ല. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് പോരായിരുന്നു, ഇവൾക്ക് ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ് പോരാ. പക്ഷേ ഞാൻ ഒരാൾ ഓടിക്കൊണ്ട് കിടന്ന് ഒന്നും നടക്കില്ല. പുറത്ത് പോയി അന്വേഷിക്കാൻ പോലും എനിക്കറിയില്ല എന്ന് മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് അതിനോട്ടുള്ള നമ്മൾ പോകുന്നില്ല, കൂടുതൽ സ്ഥലത്ത് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനൊന്നും നമ്മൾ പോകുന്നില്ല.
അത്രയും വിഷമിച്ച് ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മാതാവ് ഇടപെട്ടിട്ട് തന്നെയാണ്. മാതാവ് ഒരു മാലാഖനെ അഴക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ വൈഫിൻ്റെ ഡാഡി വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇവിടുത്തെ തന്നെ എറണാകുളത്തുള്ള ലീഡിങ് കമ്പനിയാണ്. ആ സാറിൻ്റെ വൈഫിന് ഇതാന്നാ മാഡത്തിൻ്റെ പേര്. ആ മാഡം വന്ന് ഇവിടെ കണ്ടു എന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് നിന്ന് കരഞ്ഞപ്പോൾ ഡാനി പറഞ്ഞു എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ മാഡം അവിടെ വെച്ചെടുത്തൊരു കാര്യമുണ്ട്, നിന്നെ ഇവിടെ നിന്ന് ഞാൻ പുറത്തെത്തിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. പിറ്റേ ദിവസം ആ മാഡം ഇറങ്ങുക, ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും എൻ്റെ അടുത്ത് പറഞ്ഞ് 2 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് എല്ലാ ഹോസ്പിറ്റലിലും പോയി. പോകുന്ന സ്ഥലത്തെല്ലാം ഡോക്ടർമാർ പറയുക ഇത്രയും നാൾ ചെയ്ത് ചികിത്സ അല്ല ടാനിക്ക് വേണ്ടത്. ടാനയുടെ ഈ 30 വയസ്സുള്ള ടാനിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് അല്ല, ഈ ലിംഫോമക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇതല്ല എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ നെല്ലിപ്പലക എല്ലാം ഇളകി കിടക്കുമെന്നൊക്കെ പറയില്ല, ആ ഒരു സിറ്റുവേഷനായിരുന്നു. ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല. ഞാൻ പറഞ്ഞു മാഡം എന്ത് വേണമെങ്കിലും ചെയ്തു, കൂടെ ഞാനുണ്ടാവും. അങ്ങനെ പുള്ളിക്കാരത്തെ അന്വേഷിച്ച് പല ഹോസ്പിറ്റലിലും അന്വേഷിച്ച് കിടന്നപ്പോൾ എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ അജു മാത്യു എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരിട്ട് ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു എനിക്ക് ടാനിയെ രക്ഷിക്കണം, എൻ്റെ ടാനിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരാം. അന്നൊരു പണി വരണ്ട, എനിക്ക് എന്തായാലും ടാനിയെ രക്ഷിച്ചേ പറ്റുള്ളൂ, നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അല്ല വേണ്ടത്. പക്ഷേ എനിക്ക് ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് കുറച്ച് ഹോസ്പിറ്റലേ ഉള്ളൂ, അവിടെ ഒന്ന് അന്വേഷിക്കും, ഞാൻ എൻ്റെ സീനിയേഴ്സിനെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഈ ഡാറ്റ മുഴുവൻ കാണിച്ചപ്പോൾ അവർ ഓരോ ഡോക്ടേഴ്സ് നമ്മൾ ചീത്ത പറയുക ചെയ്യുന്നത്, ഇതാണ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കണം ഞാനൊരാളേ ഉള്ളൂ, എന്നെക്കൊണ്ട് ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരിക്കലും ഞാൻ അവളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് ഞങ്ങൾ പല ഡോക്ടർമാരെയും കണ്ട് ഒരു ദിവസം ആയപ്പോഴത്തേക്കും ഈ മാഡം ഒറ്റയ്ക്ക് പോയി ആസ്റ്റലോ ഡോക്ടറിനെ കണ്ടു. അത് കഴിഞ്ഞ് നേരെ പോണ രാജഗിരി ഹോസ്പിറ്റലാണ്. ഈ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റുന്നത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, അതാണ് ഈ രോഗത്തിന് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്, അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇവിടെ 2 ഹോസ്പിറ്റലിൽ ചെയ്യാം, ഒന്നെങ്കിൽ ലേക്ഷൂർ അല്ലെങ്കിൽ ആസ്റ്റർ അല്ലെങ്കിൽ പറഞ്ഞ രാജഗിരി. ഇതെല്ലാം പറഞ്ഞ് മാതാവ് നമ്മൾ എത്തിച്ചതെന്ന് പറഞ്ഞാൽ ഈ രാജഗിരി ഹോസ്പിറ്റൽ പണിതത് ഈ മാഡത്തിൻ്റെ ഹസ്ബൻഡാണ്. മാതാവ് എവിടെ എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഈ ഹോസ്പിറ്റൽ പണിത് പുള്ളിക്കാരനാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ധൈര്യമായിട്ട് പോയിക്കോ, നമുക്ക് നോക്കാം. ആ ഡോക്ടർ അവിടെ ചെന്ന് തന്നെ കയറി എന്നപ്പോൾ തന്നെ 10-60 പേഷ്യൻ്റ് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യം വിളിച്ചു. ടാനിനെ കണ്ടു പറഞ്ഞു, ഞാൻ വിചാരിച്ചു ടാനി ഇത്രയും വിഷമിച്ച് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കുമെന്ന്. അപ്പോഴും പറഞ്ഞു, അപ്പോൾ എനിക്കപ്പോഴും പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് ചെയ്യാം, അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ജോസഫ് അച്ഛനെ ഒന്ന് കണ്ടിട്ട് ടാനീനെ കൊണ്ടുപോകാന്നുള്ള കാര്യം. അപ്പോൾ അവർ പറയുമെന്ന് വിചാരിച്ച്. അപ്പോഴും എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു റോഷി ഇതാണ്, ടാനീനെ പുറത്തിരുത്തിയിട്ട് പറഞ്ഞു റോഷി ഇതാണ് സംഭവം, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം ടാനയുടെ പെറ്റ് സ്കാൻ എടുക്കണം, അതിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ. ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിറ്റത്തെ ദിവസം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് സംഭവം, നമുക്ക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതിന് 12 ലക്ഷം രൂപ ചിലവ് വരും. 12,000 രൂപ തേച്ചെടുക്കാനില്ല എൻ്റെ കയ്യിൽ, 12 ലക്ഷം രൂപ ചിലവ് വരുമെന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് പോലുമില്ല. കാര്യം എത്രയോ പറഞ്ഞ് ടാനിയടുത്തും പറഞ്ഞു, ടാനി പുറത്താണെങ്കിലും അവളോടും പറഞ്ഞ്, പക്ഷേ എങ്ങനെയോ അത് അത്രയും വേണമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ എന്നെ കേട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. മാഡം പറഞ്ഞ് എന്നെക്കൊണ്ടാവുന്നത്, പക്ഷേ എന്നാലും പുള്ളിക്കാരത്തിന് നമുക്ക് എന്തോരം തന്നെ ചിലവാക്കാൻ പറ്റും, ഇതിനു മുമ്പും കുറേ പൈസ തന്നിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞു ടാനി നമുക്ക് നിന്നെ ട്രാൻസ്പ്ലാന്റ് മുമ്പ് 1.5 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ്, അച്ഛനെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ കാണാൻ ഇവിടെ വന്നു, കീമോ കഴിഞ്ഞ് വന്ന് ടാനിയനെ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് സിസ്റ്ററിൻ്റെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അകത്ത് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ക്യൂ ആണ്. പക്ഷെ ഞാനാണ് ആദ്യം നിൽക്കുന്നത്, കാര്യം ഞാൻ ആദ്യം വന്നൊരു 5:30 വന്നിട്ട് ഞാൻ അവിടെ ക്യൂ നിൽക്കുക വാതിക്കൽ. 5:30 വന്ന് ക്യൂ നിന്ന്, പക്ഷെ 10:30 മണിയായി അവിടെ തുറന്നപ്പോൾ. 10:30 മണിയായപ്പോൾ ഞാൻ ഏറ്റവും പുറകിലായി. കാര്യം എല്ലാവരും ആ സമയത്തൊക്കെ ക്യൂ ഒക്കെ പൊട്ടി ഏറ്റവും പുറകിലായിപ്പോയി. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഞാൻ രാവിലെ വന്നിട്ട് എനിക്കൊന്ന് കണ്ടാൽ മതി, അച്ഛനെ ഒന്ന് കണ്ടാൽ സമാധാനമായി, എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്താണെന്നറിയുമ്പോൾ ഇനി ആ പുറകിൽ നിൽക്കണമെങ്കിൽ ഞാൻ എന്ന് അച്ഛനെ കാണുമെന്നുള്ള പേടിയിലിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് ആ ഡോറ് തുറന്നിട്ട് ഒരു ആംഗിൾ ചോദിച്ചത് ക്യാൻസർ ബാധിതരായ ആരാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ആദ്യം കൈവയ്ക്കുകയും ഞാനാ. ഫസ്റ്റ് ടോക്കൺ എനിക്ക് കിട്ടി. ഞാൻ ആദ്യം വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കാണുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നു വെച്ചിട്ട് മനസ്സിൽ ലിംഫോമ എന്ന അസുഖം ലങ്സിലാണ്. പക്ഷെ അതെനിക്ക് അവിടെ പറയണമെന്നുണ്ടായിരുന്നു. ധൃതിയും തിരക്കിൻ്റെ ഇടയിൽ കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ബ്ലഡിലൂടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് തെറ്റിപ്പോയതാ ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതും വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല, കാര്യം ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ ആ സമയത്തൊന്നുമില്ല, എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു, അച്ഛൻ തലേത്തൊട്ട് പ്രാർത്ഥിച്ചു, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് വീട്ടിൽ പോയി കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. ടാനിയക്ക് ചെയ്യുന്നത് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റാണ്. ഞാൻ എവിടെയാണോ മറന്നത്, ടാനിയക്ക് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് ബ്ലഡാണ് മാറ്റുന്നത് ബോഡിയിൽ നിന്ന്. പുള്ളിക്കാരത്തിൻ്റെ ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ് കയറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡിലുള്ള സെൽസുകളെല്ലാം മാറ്റി പുതിയ സെല്ല് കയറ്റുക.
അതാണ് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ മറന്നുപോയൊരു കാര്യം, ഞാൻ തെറ്റിപ്പറഞ്ഞൊരു കാര്യം അതവിടെ സംഭവിച്ചു. ആ സംഭവത്തിന് അവിടെ ചെന്നു. അപ്പോഴും എനിക്കറിയായിരുന്നു ഒരിക്കലും ചെറിയൊരു രീതിയിൽ മാതാവ് ഒരിക്കലും എന്നെ ഇങ്ങനെ വിടില്ല. കാരണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടാനുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. 1.5 മാസം ട്രീറ്റ്മെൻറ്റ്, ഒരു മാസം അവിടെ നിൽക്കുക തന്നെ വേണം. ICUലായിരിക്കും. എനിക്ക് ടാനിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ടാനിനെ അകത്തേക്ക് കയറ്റിയാലും റോഷന് ഒരുപാട് റിസ്ക് ഉണ്ട്. ടാനിയുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് കിട്ടുന്ന 3 പേരെ ഒപ്പിച്ചെന്നോന്ന് പറഞ്ഞു. ഈ 3 പേരെ ഞാൻ ഒപ്പിക്കാൻ പെട്ട പാട്. 3 പേരൊന്നും എനിക്ക് കിട്ടണില്ല. നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു. ഒരുപാട് ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കണ പോലെയല്ല. കാര്യം ഒരാളുടെ ബോഡിയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിക്കുന്ന ആൾക്ക് ഒരുപാട് ആൾക്ക് അറിയായിരിക്കും. കാര്യം കറക്റ്റായിട്ടുള്ള സെൻട്രൽ വെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലേറ്റ്ലെറ്റുകൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരുപാട് പേരെ വിളിച്ചു. ഒരുപാട് ആൾക്കാരെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് പ്ലേറ്റ്ലെറ്റ് കിട്ടാൻ വന്നപ്പോൾ അവസാനം എനിക്ക് പ്ലേറ്റ്ലെറ്റ് കിട്ടിയ എവിടെ നിന്നാണെന്നറിയോ? എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന 2 പേര്. ഇതെല്ലാം മാതാവ് നേരത്തെ കണ്ടേക്കുക. കാര്യം 2 പേരെടുത്ത് ഓക്കെയാണ്. അവർ 2 ലാസ്റ്റ് ഫൈനൽ അവരെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരുടെ വെയിൻ ഓക്കെ, അവരുടെ പ്ലേറ്റ്ലെറ്റ് ഓക്കെ, എല്ലാം ഓക്കെ. സർജറി പെട്ടെന്നായി. അതിനു മുമ്പ് ഒരു ബില്ല് വന്നു. ആ ഒരു ബില്ല് വന്ന സമയത്ത് 50,000 രൂപ 55,000 രൂപ ബില്ലുണ്ട്. ആ ബില്ലുള്ള സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ടിരിക്കുക. 55,000 രൂപ ബില്ലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പുള്ളിക്കാരത്ത് ചോദിക്കുന്നു, പക്ഷേ എന്തെങ്കിലും ബില്ലടക്കണ്ടേ? ഞാൻ പറഞ്ഞ് കയ്യിലൊരു 50,000 രൂപ ബില്ല്, 20,000 രൂപ ഉണ്ടെങ്കിൽ 30,000 രൂപ ഒപ്പിക്കണമല്ലോ എന്ന് ചിന്തിക്കാം. എൻ്റെ ഒന്നുമില്ല, പിന്നെ ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, വരുമായിരിക്കും എന്നാൽ ചിന്തിച്ച് ഞാനിരുന്നു. ആ 55,000 രൂപ ചില്ലറ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഒരു 3 മണിയായപ്പോൾ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. അന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് കുറേ ചികിത്സാ സഹായം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചെയ്തു, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരു കറക്റ്റ് 55,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ആ വന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നാണ് വന്നത്. ഞാനിതെല്ലാം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് ഒരു മലയാളി സമൂഹം ഇട്ട പൈസയാണ്. ആ സമയത്ത് എനിക്ക് വന്നേക്കണ ബില്ല് എമൗണ്ട് ഏകദേശം 55,000 രൂപ ഉണ്ട്. ആ 55,000 രൂപ എനിക്ക് അടക്കാൻ വേണ്ടി ആ സമയത്ത് എനിക്ക് പൈസ വന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചതാണ്, ഇത് എനിക്ക് എന്തായാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നീട് ഒന്നും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാര്യം അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള ട്രാൻസ്പ്ലാന്റിനുള്ള 1.5 മാസം 12 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ആ 12 ലക്ഷം രൂപയും ഞാൻ ടാനിക്ക് വേണ്ടി അവിടെ ചിലവാക്കി. 12 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ഏകദേശം 8 ലക്ഷം രൂപ അതിന് മുമ്പിനെ കൊടുത്തു. നമ്മൾ 5 ലക്ഷം ആദ്യം കൊടുത്തു, പിന്നെ ഓരോന്നോരോന്നായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന സമയത്താണെങ്കിലും ഏകദേശം 1.5 ലക്ഷം രൂപ പിന്നെയും ബില്ലുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയും, 1.5 ലക്ഷം രൂപ ഇങ്ങനെയുണ്ട്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കുമല്ലോ, ഇത്രയും പൈസ ഇനി ഇതും കൂടി കൊടുക്കാണ്ട് പോയാൽ ഒരു സമാധാനം എന്നുള്ള രീതിയിൽ വെറുതെ പറയുന്ന. പക്ഷേ ഞാൻ ഈ 1.5 ലക്ഷം അടക്കാൻ വേണ്ടി ഫാദറിനെ കാണാൻ വേണ്ടി ചെന്നു. ഗൂഗിൾ പേ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെന്ന് നിന്നു. അപ്പോഴും എനിക്കറിയില്ല. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്, മോൻ പോയിക്കോ, ഈ 1.5 ലക്ഷം രൂപ ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്കറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇതാരോട് പറയണമെന്നില്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവരോട് പോലും, കാര്യം ഞാൻ ടാനിയെ 1.5 മാസമായിട്ട് കണ്ടിട്ടില്ല. 1.5 മാസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ഒരു റൂമിൻ്റെ അകത്ത് അടച്ചു വെച്ചേക്കുക പുള്ളി. കാര്യത്തിന് ഒരു പൊടി പോലും കയറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനവിടെ കാണാതെ നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ സമയത്താണെങ്കിലും ബ്ലഡ് സെൽസ് കയറ്റി കഴിയുമ്പോഴത്തേക്കും കൗണ്ട് കൂടണം. പുള്ളിക്കാരത്തേക്ക് എങ്ങനെ നോക്കിയിട്ടും കൗണ്ട് കൂടുന്നില്ല. 2000 പിന്നെയും കൂടും, 2000 തന്നെ. ഡോക്ടർമാർക്കൊക്കെ ടെൻഷനായി. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ ബോൺ മാരോയുടെ വേദന എന്താണെന്ന് ചിലപ്പോൾ 20 ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതിനും മാത്രം വേദന സഹിച്ചിട്ടുള്ളൂ ബോൺ മാരോ എടുത്തെടുത്ത്. അവസാനം ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ ഒരു ഇതാണ് കാര്യം, ഇത്രയും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ബ്ലഡ് കൗണ്ട് കൂടിയില്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും ബോൺ മാരോ ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് അത്രയും സങ്കടം വന്നു. കാര്യം അത്രയും ബോൺ മാരോ ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ ഒരു ബോൺ മാരോ എന്നുണ്ട് അതും ചെയ്തു. പിറ്റേ ദിവസം ബ്ലഡ് കൗണ്ട് കൂടുന്നില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുന്നു, നാളെ റൂമിലേക്ക് മാറ്റും, പക്ഷെ നിനക്ക് മാത്രം കയറി കാണാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചെന്നിട്ട് അതിനടുത്ത് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ എൻ്റെ കാശുരൂപ കൊടുത്ത് കൈ കൊടുത്തു. നീ ഇവിടെ സമാധാനമായിട്ട് പ്രാർത്ഥിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് റൂമിലാണ്. ഞാൻ പോയി. പിറ്റേ ദിവസം രാവിലെ ബ്ലഡ് കൗണ്ട് 12,000 കണ്ട ഡോക്ടറെ കണ്ണ് തള്ളിപ്പോയി. ഡോക്ടർ പറഞ്ഞേ, ടാനി എന്താ ചെയ്തത്, എന്ത് അത്ഭുതമാണ് ചെയ്തത്. ടാനി നേരെ കാശുരൂപം കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞേ, ഇനി എന്തിനാ പേടിക്കണേ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലുണ്ട്, നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി, ഇനി ബാക്കി കാര്യം മാതാവ് നോക്കിക്കോളും. അവിടെ വെച്ച് ഞാൻ ആ പറഞ്ഞ ബ്ലഡ് കൗണ്ട് കൂടി, ഒരു കുഴപ്പമില്ല. അത് പിറ്റേ ദിവസം ടാനി നോർമലായി. ടാനി ബ്ലഡ് കൗണ്ട് നോർമലായി, എല്ലാം നോർമലായി. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ദിവസം 2000 3000 നിന്ന് ബ്ലഡ് കൗണ്ട് പെട്ടെന്നൊരു ദിവസം 12,000 വന്നു. അത്രയും ഹൈ ആയിട്ടാണ് വന്നേക്കണത്. ആ ഒരു നിമിഷം അവിടെ നിന്ന് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അത്രയും ഇതും കഴിഞ്ഞു. ഇപ്പോൾ ടാനി ഇപ്പോൾ ഏകദേശം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിപ്പോൾ ഒരു 3-4 മാസമായി. ആൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്കാൻ ചെയ്തു, സ്കാനിങ്ങിൽ പ്രശ്നമൊന്നുമില്ല, സ്കാനിങ്ങിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു.
പിന്നെ അതിലെനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്, ഇതേപോലെ എനിക്ക് പൈസ എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചു. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ, നമ്മൾ കാണാത്ത ഒരുപാട് ആൾക്കാർ. ഒരു ദിവസം എൻ്റെ കൊച്ചുണ്ട്, എനിക്ക് ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട്, പെൺകൊച്ചാണ്, സെൻറ്റ് മേരീസ് ഫോർട്ട് കൊച്ചിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, റോഷൻ ഞങ്ങൾ കുറച്ച് പൈസ തന്നാൽ സ്വീകരിക്കൂ. ഞാൻ പറഞ്ഞു പൈസ ഒന്ന് സ്വീകരിക്കുമെന്ന്. ഇത് ചോദ്യം സിസ്റ്ററാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നാൽ മതി, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓക്കെ സിസ്റ്റർ, എന്നെ വിളിച്ചാൽ മതി. ഒരു ദിവസം എന്നെ വിളിച്ചു, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ട്, റോഷൻ ഒന്ന് വരാമോ? ഞാൻ വരാമല്ലോ, ചെക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആയിക്കോട്ടെ. നമ്മൾ ആ സമയത്ത് 1000 രൂപ കിട്ടിയാലും ഭയങ്കര വലിയ കാര്യം, കാര്യം അതെനിക്ക് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പോലും. അപ്പോൾ സിസ്റ്ററിനെ കാണാൻ ചെന്നു. സിസ്റ്റർ അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, റോഷ ഞാൻ കുറച്ച് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ വന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കൂടുതൽ പൈസ ഇട്ടൊരു ഫാമിലി ഉണ്ട്. അവർ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റോഷന് വിശ്വാസം ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിച്ചിട്ടേ തരുള്ളൂ. കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ പൊന്നു സിസ്റ്ററെ എന്നെ ഇവിടെ എത്തിച്ച മാതാവാണ്. അപ്പോൾ പിന്നെ അത് ഏത് ഫാമിലിയാണ് വെച്ചതെങ്കിലും അത് ഫാമിലി വെച്ചതല്ല, എൻ്റെ മാതാവ് തന്ന 1,68,000 രൂപ ചെക്ക്. ആ ഒരു സ്കൂളിലെ പിള്ളേർ നിന്ന് തൊഴേണ്ടിരുന്ന പിള്ളേർ, എനിക്ക് കാര്യം അത്രയും പിള്ളേർ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന എമൗണ്ടാണ്. ആ പൈസ 12 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൊത്തത്തിൽ. പക്ഷേ അത് മാതാവ് കറക്റ്റായിട്ട് അറിഞ്ഞു തന്ന. കാര്യം 12 ലക്ഷം ചിലവുമായി. അത് കൂടാണ്ട് ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരു മെഡിസിൻ ഏകദേശം 970 രൂപ. ഒരു മാസം വാങ്ങിക്കും 30,000 മേലെയായി. പക്ഷെ അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ലാന്ന് ധൈര്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം. ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാതെ തന്നെ ഞങ്ങൾ പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ ഒരു കാര്യമോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ട്രാൻസ്പ്ലാന്റും ഇത്രയും കീമോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല. ഞങ്ങൾക്ക് ഒരു കൊച്ചുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ധൈര്യമായിട്ടിരുന്നത്, നമുക്ക് പിള്ളേരുണ്ടാവില്ല. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല ഡോക്ടറെ, പിള്ളേരുണ്ടാവും, ഞാൻ ഇതിന് പോയിട്ട് കൃപാസനത്തിൽ പോയി സാക്ഷ്യവും പറയുമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഇപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കണ്ട, അത് നമ്മൾ വലിയ കാര്യമുണ്ട്, ഒരു കൊച്ചുണ്ടല്ലോ. ഞാൻ ഇല്ല ഡോക്ടറെ, പിള്ളേരുണ്ടാവും ഞാനല്ലേ പറഞ്ഞത്, ഒരു കുഴപ്പമുണ്ടാവില്ല, ഞങ്ങൾക്ക് മാതാവുണ്ട്, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ അത് തന്നെ വിശ്വസിക്കുന്നു. അന്ന് മുതൽ ഞാൻ പള്ളിയിൽ പോയാൽ പുറത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇന്ന് പള്ളിയിൽ പോയാൽ ഏറ്റവും മുമ്പിൽ എങ്ങനെ എത്താമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം എങ്ങനെയെങ്കിലും പുറകെ കൂടി കയറിയാലും ഞാൻ മുമ്പിൽ വന്ന് നിൽക്കും. പിന്നെ അത് മാത്രമേ, ഓഫീസിൽ പോയാലും ജോലി സ്ഥലത്ത് പോയാലും ഞാൻ ബൈബിൾ വെച്ച് ജോലി എടുക്കുകയുള്ളൂ. ബൈബിൾ തൊട്ട് മുമ്പിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് ബൈബിൾ തുറന്ന് വെച്ചേക്കണം? അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് എന്താ സമയത്ത് തോന്നുന്ന സമയത്ത്. പക്ഷേ ഭയങ്കര എല്ലാവരോടും ഞാൻ പ്രത്യേകിച്ച് പറയാം, ഇവിടെ പറയുന്നുണ്ടല്ലോ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ നിങ്ങൾ വായിച്ചോ? ഒന്നും പറയാനില്ല. കാരണം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് പോലും അറിയാം. ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഞാൻ അതേപോലെ നടന്നൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് കൂട്ടുകെട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഞാനിവിടെ ഉടമ്പടി എടുത്ത 2022 ഡിസംബർ 10 ഉടമ്പടി എടുത്തു. അതേപോലെ ഒന്ന് പുതുക്കുകയും ചെയ്തു. അതുവരെ എനിക്കുണ്ട അനുഗ്രഹങ്ങളെല്ലാം ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ഒരു ജീവിതമാണ് ഞങ്ങൾക്ക് തിരിച്ചു മാതാവ് തന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഒന്ന് പറയണമെന്നൊരു ആഗ്രഹമായിരുന്നു. ഇന്ന ദിവസം വന്ന് എനിക്കിവിടെ ഒന്ന് പറയണം, ഈ വേദിയിൽ വന്ന് എനിക്ക് പറയണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സാധിച്ചു. 1000 നന്ദി എൻ്റെ മാതാവിനോടും എൻ്റെ യേശുവിനോടും. സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയും വളരെ ക്ലിയറായിട്ട് വളരെ നല്ല ഭാഷയിൽ ഈ മകൻ പറഞ്ഞു. തുടക്കം തൊട്ട് അമ്മ മാതാവ് ഇവരുടെ കാര്യത്തിൽ ഇടപെടുമെന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അതാദ്യം പറയുന്നുണ്ട്. ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നതും പിന്നീട് പലരിലൂടെയും വന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ക്ഷണം സ്വീകരിക്കപ്പെടുന്നതും പിന്നീട് ഏറ്റവും അവസാനം സ്കൂളിൽ നിന്നും ഒരു സഹായം ലഭിക്കുമ്പോഴും റോഷൻ ഒരു കാര്യം തന്ന വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴും അതും വീണ്ടും മാതാവ് അത് കൺഫേം ചെയ്യുകയാണ്. അതായത് ഓൾറെഡി കാശ് രൂപമൊക്കെ പിടിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുമ്പോഴും അവിടുത്തെ ഡോക്ടറിൻ്റെ അടുക്കലും പറയുന്നുണ്ട് ഇതിൽ മാതാവാണ് ചെയ്തതെന്ന് പറഞ്ഞ അവസാനം സ്കൂളിൽ നിന്നും പറയാണ് ഈ കാശ് രൂപം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഇത് ചെയ്തത് മാതാവിൻ്റെ മധ്യസ്ഥതയിലാണെന്ന് മാതാവ് കൺഫർമേഷൻ കൊടുക്കുക എന്ന് വേണം അത് മനസ്സിലാക്കാനായിട്ട്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ഏറ്റവും അവസാനം പറഞ്ഞു. എങ്ങനെയാണ് ഈ കൃപയും അനുഗ്രഹവും അല്ലെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യവും ഒക്കെ ഒരു ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിനാണ് അവസാനം പറഞ്ഞത്. എന്താണ് പള്ളിയിൽ ഇതുവരെ പോകുമ്പോൾ പുറത്തായിരുന്നു, ഇപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ സ്ഥലം നോക്കി അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോഴും ഈ ജോലി സ്ഥലത്ത് പോലും ബൈബിള് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പം അതിലൊരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ വലിയൊരു ഘടകമുണ്ടായി. നമ്മുടെ യഥാർത്ഥ ഊർജവും യഥാർത്ഥ ബലവും എല്ലാം വിശുദ്ധ ബലിയും വിശുദ്ധ വചനവുമാണെന്നുള്ള തിരിച്ചറിവ് ഈ ഒരു യുവാവിന് ലഭിച്ചത് തന്നെയാണ് ഈ നടന്ന അത്ഭുതത്തിനേക്കാളും വലിയൊരു അത്ഭുതം. പിന്നീട് പറയുന്നുണ്ട് ഒരു ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ ഓരോ പ്രാവശ്യവും മാതാവ്, നമ്മൾ ഇതിനു മുമ്പ് കേട്ട സാക്ഷ്യത്തിൽ ഇതുപോലെ തന്നെയാണ്, ഒന്നും അറിയാതിരിക്കുന്ന സമയത്ത്
പലരിലൂടെയും മാതാവ് സഹായിക്കുന്നത് മാത്രമല്ല, അത് മാതാവിൻ്റെ ഒരു പ്രത്യേക മധ്യസ്ഥതയിൽ ഒരു പേരോ ഒരു ലക്ഷണമോ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുൻപോട്ടുള്ള യാത്രയിൽ വലിയ ആത്മവിശ്വാസം എന്നല്ല, വലിയ ദൈവവിശ്വാസത്തോടെ ഇനി മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഇനിയും ഒരു ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്നും ഈശോ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി വീണ്ടും ഒരുപാട് പേരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇവരെ ഉപയോഗിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ തുടക്കം തൊട്ട് ഈ നിമിഷം വരെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെ താങ്ങും തണലുമായിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് നൽകുന്ന അതും ഒരു വലിയൊരു കൃപയാണ്. അവസാനം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും, ഞാൻ ഇതൊന്ന് സാക്ഷ്യപ്പെടുത്തും എന്നൊക്കെ എന്തൊരു ആർജവത്തോടെ പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിന് ആഴപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അത്ഭുതവും. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ അമ്മ ഇവരെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കട്ടെ എന്നും ഒരുപാട് പേരെ അമ്മയുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് എത്തിക്കുവാൻ ഇവരെ ഉപകരണമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.